ഹലോ നമസ്കാരം, ഞാൻ സുനിൽ ഇടമുറി. ഇന്ന് ഈ വീഡിയോയിലൂടെ സോബാക്സിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പല ആളുകളും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, പല ടീം ലീഡേഴ്സും എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോബാക്സിന്റെ അതേ എമൗണ്ട് ആവശ്യമായിട്ടുള്ള പല കമ്പനികളും ഇന്ന് മാർക്കറ്റിലുണ്ട്. അവർക്കൊക്കെ ഒരാളെ പോലും റെഫർ ചെയ്യാതെ അവർക്ക് എല്ലാ ദിവസവും വരുമാനം കിട്ടുന്നുണ്ട് എന്ന്. അപ്പൊ ഇന്ന് അതിനെക്കുറിച്ച് അതേ രീതിയിലുള്ള പല കമ്പനികളെ ഞാനിവിടെ എടുത്തു കാണിക്കാം. എങ്ങനെയാണ് അവര് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്, സോബാക്സ് എങ്ങനെയാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതെന്നും വളരെ ട്രാൻസ്പെറൻസി ആയിട്ട് രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സോബാക്സ് വളരെ അമാസിംഗ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതേ രീതിയിലുള്ള ബിസിനസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത് തന്നെ. സോബാക്സിൽ എന്താണ് പ്രത്യേകത? 1180 രൂപയാണ് ആവശ്യമുള്ളത്. റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാം ആണ്. അൺലിമിറ്റഡ് ഇൻകം ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. ഇത് 100% വർക്കിംഗ് പ്ലാൻ ആണ്. ഇവിടെ ആളെ ചേർക്കാതെ ഒരു പൈസ പോലും ഇതിനകത്ത് കിട്ടത്തില്ല. കാരണം റെഫർ ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇവിടെ വരുമാനം നേടുന്നത്. റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാം ആകുമ്പോൾ ഡിജിറ്റൽ ലൈബ്രറിയുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് കമ്മീഷൻ അഥവാ അഫിലിയേറ്റ് കമ്മീഷനായിട്ട് 400 രൂപ ഓരോ ഡയറക്റ്റ് റെഫറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മന്ത്ലി പാസീവ് ഇൻകം ലഭിക്കുന്നുണ്ട്. അത് കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മിനിമം 3 റെഫറൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും പാസീവ് ഇൻകം കിട്ടുന്നത്. അല്ലാതെ ഇവിടുന്ന് പാസീവ് ഇൻകം ആയിട്ട് ലഭിക്കുകയില്ല. ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. ഓട്ടോ പൂൾ ഇൻകം ഉണ്ട്. സാലറി, ESI, PF ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഈ 1180 രൂപയിൽ 180 രൂപ GST ആയിട്ട് ഗവൺമെന്റിന് പോകുന്ന എമൗണ്ട് ആണ്. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി ഗവൺമെന്റിന് ടാക്സ് പെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് ഡിജിറ്റൽ ലൈബ്രറി ലഭിക്കുന്നത്. ഇത് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 500 രൂപയുണ്ട്. ഡിസ്കൗണ്ട് കൂപ്പൺ 1500 രൂപയ്ക്കുള്ള ഡിസ്കൗണ്ട് കൂപ്പൺ ലഭിക്കുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് പിന്നീടാണ്. സോബാക്സിന്റെ ഇ കൊമേഴ്സ് പോർട്ടലിലൂടെ മാത്രമാണ് അത് റിഡീം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോ ഡെയിലി ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയോ അങ്ങനത്തെ ഒരു പ്രോഗ്രാമും ഇവിടെ ഇല്ല. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന യാതൊരു പ്രോഗ്രാമും ഇല്ല. സിമിലർ എമൗണ്ട് വാങ്ങി ചെയ്യുന്ന ചില ബിസിനസ്സുകൾ, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സം അതർ കമ്പനീസിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പല കമ്പനികളും ഇന്ന് മാർക്കറ്റിലുണ്ട് എന്ന സത്യം കൂടെ നിങ്ങൾ അറിയണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ 1200 രൂപ മുതൽ 1500 രൂപ വരെ മുടക്കി ഇതേ രീതിയിൽ ഒരു റെഫറലും ആവശ്യമില്ലാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്ന ഓഫർ ചെയ്യുന്ന പല കമ്പനികളും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് അവര് റെഫറൽ ഇല്ലാതെ ഇൻകം കൊടുക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ വർക്കിംഗ് ഉണ്ട്, നോൺ വർക്കിംഗ് പ്ലാൻ ഉണ്ട്. വർക്കിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാസീവ് ഇൻകം ലഭിക്കണമെങ്കിൽ ടീം ബിൽഡ് ചെയ്യുക. നോൺ വർക്കിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരാളെ പോലും ചേർത്തില്ല എങ്കിൽ പോലും അവർക്ക് നിശ്ചിത തുക ഓരോ ദിവസവും ലഭിക്കുന്നതാണ്. നോ ടീം ബിൽഡിംഗ്. ഇവിടെ ടീം ബിൽഡിംഗ് എന്ന ഒരു പ്രോസസ് ഇല്ല. കാരണം എത്ര പേരെ ഡയറക്റ്റ് കൊണ്ടുവരുന്നുണ്ടോ അത് അവരുടെ ഫസ്റ്റ് ലെവലിലായിരിക്കും. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയറക്റ്റ് കമ്മീഷനായിട്ട് ഇവിടെ ഒരു കമ്മീഷൻ ലഭിക്കുന്നില്ല. ഇവിടെ ഡെയിലി ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 20 രൂപ മുതൽ 30 രൂപ വരെ ലഭിക്കുന്ന കമ്പനികളെ നമുക്ക് കാണാൻ പറ്റും. ഈ എമൗണ്ട് കൊടുക്കുന്നത് അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കാരണം അവർക്ക് കുറച്ച് വീഡിയോസ് കാണാം, കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണം, അവരുടെ വെബ്സൈറ്റിൽ കുറെ നേരം വെയിറ്റ് ചെയ്യണം. അതിലൂടെയാണ് ഇവർക്ക് ദിവസം 20 രൂപ ലഭിക്കുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഡെയിലി പാസീവ് ഇൻകം 7 ലെവലുകളിൽ നിന്നും 10 ലെവലുകളിൽ നിന്നും കിട്ടുന്ന കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. റിന്യൂവൽ ഓൾമോസ്റ്റ് കമ്പനികളുടെ 120 ദിവസം കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റിന്യൂ ചെയ്യുന്നതിന് 1200 രൂപ കൊടുത്ത്, അതായത് 4 മാസത്തിന് ശേഷം റിന്യൂ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഡിസ്കൗണ്ട് കൂപ്പൺ പല കമ്പനികളും പല രീതിയിലാണ് കൊടുക്കുന്നത്. 1200 രൂപ മുതൽ 1500 രൂപ വീതം കൊടുക്കുന്ന കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. സോബാക്സിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ടീം ബിൽഡിംഗ് എങ്ങനെയാണ്? സോബാക്സിൽ 100% ടീം ബിൽഡിംഗ് ആണ്. ഇത്തരം കമ്പനികൾക്ക് ടീം ബിൽഡിംഗ് ഇല്ല. കാരണം അവർക്ക് എത്ര ഡയറക്റ്റ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ലെവലിലാണ് വരുന്നത്. സോബാക്സിൽ ടീം ബിൽഡിംഗ് എങ്ങനെയാണ്? ഉദാഹരണത്തിന് 10 മെമ്പേഴ്സിനെ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലിൽ 3 വ്യക്തികൾ മാത്രമായിരിക്കും. അതിന്റെ താഴെയായിരിക്കും റിമൈനിങ് 7 വ്യക്തികൾ പൊസിഷൻ എടുക്കുന്നത്. അതേസമയം
സിമിലർ ആയിട്ടുള്ള മറ്റ് കമ്പനികളെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവര് ജോയിൻ ചെയ്യുന്നു, അതിനുശേഷം എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് റെഫർ ചെയ്താൽ അവരെല്ലാം ഫസ്റ്റ് ലെവലിൽ തന്നെയാണ്. 10 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പേരും ഫസ്റ്റ് ലെവലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ടീം ബിൽഡിംഗ് നടക്കുന്നില്ല എന്നതാണ്. ഇവിടെ ടീം ബിൽഡിംഗ് ആണ്. ഇവിടെ ഓരോ വ്യക്തികൾ കൂടുതൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ അതിന്റെ താഴെ ഇതേ ഒരു സ്ട്രക്ചറിനുള്ളിൽ തന്നെ ആയിരിക്കും താഴേക്ക്. അതായത് ഒരു ആളിന്റെ ഫസ്റ്റ് ലെവലിൽ മാക്സിമം 3 പേര് മാത്രമേ കാണുകയുള്ളൂ. ഇനിയും അടുത്തത് നോക്കാം. സോബാക്സിലെ 1180 രൂപയാണ്. റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാം ആണ്. അൺലിമിറ്റഡ് ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും. മിനിമം 3 പേരെ റെഫർ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നാണ് അവർക്ക് മാത്രമാണ് പാസീവ് ഇൻകം ലഭിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് റെഫറൽ ഇൻകം ആയിട്ട് ഓരോ വ്യക്തികളിൽ നിന്ന് 400 രൂപ വീതം ലഭിക്കും. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സോബാക്സിൽ മിനിമം 3 പേരെ വീതം കൊണ്ടുവരുന്ന വ്യക്തികളാണെങ്കിൽ മറ്റുള്ള കമ്പനികളിൽ മിനിമം 3 പേരെ വീതം കൊണ്ടുവരുന്ന പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. സോബാക്സിൽ ഡയറക്റ്റ് റെഫറലായിട്ട് 400 രൂപ ലഭിക്കുന്നുണ്ട്. അപ്പൊ 3 പേരിൽ നിന്ന് 1200 രൂപ ഓൺ ദ സ്പോട്ടിൽ അവർക്ക് ലഭിക്കുകയാണ്. അത് വീക്ക്ലി പേ ഔട്ട് ആണ്. ലെവൽ 1ൽ 3 മെമ്പേഴ്സ് ആയിരിക്കും, ലെവൽ 2ൽ 9 മെമ്പേഴ്സ്, ലെവൽ 3ൽ 27, അങ്ങനെ 9 ലെവലുകൾ നമ്മൾ നോക്കുമ്പോൾ 9ാമത്തെ ലെവലിൽ 19,683 മെമ്പേഴ്സ് ആണ്. ഇവിടെ പാസീവ് ഇൻകം അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ലെവലുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. 9 ലെവലുകളിൽ നിന്ന്. അത് ഓരോ മാസത്തെ കാൽക്കുലേഷൻ എടുക്കും. ഓരോ മാസവും അവരുടെ ടീമിൽ എത്ര മെമ്പേഴ്സ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, ഓരോ മെമ്പേഴ്സിന്റെ കൗണ്ട് അനുസരിച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു 9 ലെവല് കംപ്ലീറ്റ് ആകുന്ന ഒരു വ്യക്തിക്ക് ഓരോ മാസവും ലഭിക്കുന്നത് 14,76,150 രൂപയാണ്. അപ്പൊ ഇവിടെ ലഭിക്കുന്ന കാൽക്കുലേഷൻ മനസ്സിലാക്കുക. ഇനി മറ്റുള്ള കമ്പനികളിൽ 3 പേരെ വീതം മാത്രം റെഫർ ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് അവിടെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം എന്തായിരിക്കും? അതർ കമ്പനികൾ 1200 തൊട്ട് 1500 വരെ വാങ്ങുന്ന കമ്പനികൾ ഓരോ വ്യക്തികളും 3 പേരെ വീതം മാത്രമാണ് റെഫർ ചെയ്യുന്നത് എങ്കിൽ അവിടെ ഡെയിലി ROI അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ 20 രൂപ വീതം അവർക്ക് ലഭിക്കും. അങ്ങനെ ഒരു മാസത്തെ ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ 600 രൂപയാണ് അവർക്ക് ഓരോ മാസവും ലഭിക്കുന്നത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ. ഫസ്റ്റ് ലെവലിൽ 3 പേരായിരിക്കും, സെക്കൻഡിൽ 9 ആണ്. അതേ രീതിയിലാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കൗണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു 7 ലെവലിലെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ ലെവലിൽ നിന്ന് 1 രൂപ, 2ാമത്തെ ലെവലിൽ നിന്ന് 2 രൂപ, 3ാമത്തെ ലെവലിൽ 3 രൂപ, 4ാമത്തെ ലെവലിൽ 4 രൂപ, 5ാമത്തെ ലെവലിൽ നിന്ന് 5 രൂപ, 6ാമത്തെ ലെവലിൽ 6 രൂപ, 7ാമത്തെ ലെവലിൽ 7 രൂപ. ഇതേ പ്ലാൻ കൊടുക്കുന്ന പല കമ്പനികളും ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ വെക്കുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് 7 ലെവലുകളിൽ നിന്ന് വരെയുള്ള മാത്രമാണ് അവർക്ക് ഇൻകം ലഭിക്കാറുള്ളത്. ഒരു മാസം കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് 6,39,720 രൂപ എവരി മന്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ എമൗണ്ടുകൾ എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുന്നു. ഉദാഹരണത്തിന് സോബാക്സിലാണെങ്കിൽ പാസീവ് ഇൻകം അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം എവരി മന്ത് 14,76,150 രൂപ ലഭിക്കുന്നുണ്ട്. എവരി മന്ത് ലഭിക്കുന്നതിന്റെ കാരണം ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 500 രൂപയുണ്ട്. 500 രൂപയിൽ 50 രൂപ വീതം 9 ആളുകൾക്കാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പം 450 രൂപ ഓരോ മെമ്പറിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ആണ് 9 ലെവലുകളിലേക്ക്. റിമൈനിങ് വരുന്ന 50 രൂപ 30 രൂപ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിലേക്കും 10 രൂപ ചാരിറ്റി ഫണ്ടിലേക്കും 10 രൂപ കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഫണ്ടിലേക്കുമാണ് പോകുന്നത്. ടോട്ടല് 500 രൂപ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പം പ്രോഫിറ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കമ്പനിക്ക് ലഭിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ എന്റർപ്രണർ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും പ്രോഫിറ്റ് ലഭിക്കുന്നത്. പ്രോഫിറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് മിനിമം 3 മെമ്പേഴ്സിനെ കൊണ്ടുവരുന്ന ഇവിടെ എന്റർപ്രണർ ആകുന്നത്. ഇനിയും മറ്റുള്ള കമ്പനികളിൽ ഈ എമൗണ്ടുകൾ ലഭിക്കവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി 1200 രൂപ മുടക്കി ഇത്തരം കമ്പനികളിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി 20 രൂപ വീതം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് അപ്ലൈന് 1 രൂപയും, അതിന് മുകളിലുള്ള ഒരു അപ്ലൈന് 2 രൂപയും, അതിന് മുകളിലുള്ള അപ്ലൈന് 3 രൂപ, അതിന് മുകളിൽ 4, അങ്ങനെ 7 ലെവലുകളിൽ മുകളിലേക്കുള്ള 7 ലെവലുകളിലെ വ്യക്തികൾക്ക് ഇത്തരം രൂപ വീതിച്ചു നൽകും. അപ്പം 28 രൂപ 7 ലെവലുകളിലായിട്ട് വീതം പോകുന്നുണ്ട്. 20 രൂപ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ടോട്ടൽ 48 രൂപയാണ് ഇവിടെ ഒരു ദിവസം ഡിസ്ട്രിബ്യൂഷൻ ആകുന്നത് ഒരാൾ ജോയിൻ ചെയ്യുന്നതിലൂടെ. അപ്പൊ 48 × 25 ദിവസം ആകുമ്പോഴേക്കും ഈ വ്യക്തി 1200 രൂപ കൊടുത്ത വ്യക്തിയുടെ ആ എമൗണ്ട് കംപ്ലീറ്റ് ഇവിടെ തീരുകയാണ് ചെയ്യുന്നത്.
25 ദിവസം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള എമൗണ്ടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. കാരണം 28 രൂപ അവർ ചേരുന്നത് കൊണ്ടാണ് അവർക്ക് ലഭിക്കുന്നത്, ലെവൽ ഇൻകം ആണ് ലഭിക്കുന്നത്, അതായത് പാസീവ് ഇൻകം എന്ന് പറയാം. 48 രൂപ വീതം 25 ദിവസം കൊടുക്കാനുള്ള എമൗണ്ടേ ഒരു വ്യക്തി ചേരുമ്പോൾ അവിടെ തികയുന്നുള്ളൂ. 120 ദിവസമാണ് ഇവർക്ക് കൊടുക്കുന്നത്. 120ാമത്തെ ദിവസം അവർക്ക് റിന്യൂ ചെയ്യണം. അപ്പൊ 120 ദിവസം കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 25 ശേഷം 95 ദിവസം ബാക്കിയാണ്. ഈ 95 ദിവസം ഏത് ഫണ്ടിൽ നിന്നാണ് ഇവര് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്? ഇപ്പൊ കമ്പനി പറയുന്നുണ്ട് കംപ്ലീറ്റിംഗ് ടാസ്ക്. അവർക്ക് വീഡിയോ കാണണം, ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം, അതേ രീതിയിലുള്ള പല ടാസ്കുകളാണ് അവർക്ക് ലഭിക്കുന്നത്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് ബാക്കി വരുന്ന 95 ദിവസം 48 രൂപ വീതം അവർക്ക് ലഭിക്കുന്നതാണ്. 48 രൂപ വീതം ഈ വ്യക്തി, അതായത് 4560 രൂപ ഇദ്ദേഹത്തിന് ഈ 95 ദിവസം കൊണ്ട് ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ മുകളിലോട്ടുള്ള എമൗണ്ടുകളും ഡിസ്ട്രിബ്യൂഷൻ ആക്കാൻ പറ്റുകയുള്ളൂ. കൂടാതെ അദ്ദേഹത്തിന് ഈ 20 രൂപ വീതം ലഭിക്കുകയുള്ളൂ. ടോട്ടൽ ഇദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ 4560 രൂപ വരുമ്പോൾ മാത്രമാണ് 7 ലെവലുകളിലേക്ക് 95 ദിവസം എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ഇദ്ദേഹത്തിന് 20 രൂപ വീതം ലഭിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇവിടെ ക്ലിയർ ഇതാണ്. ഇനിയും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ADC ന്യൂസ് അപ്പെക്സ് ഡിജിറ്റൽ എന്ന ഒരു പ്ലാൻ വളരെ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത് റൺ ആയിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും ആളുകൾ ഇത്തരം കമ്പനികൾ റൺ ആയിക്കൊണ്ടിരുന്നു. ADC ന്യൂസ് വർഷങ്ങളോളം അത് ഓടിക്കൊണ്ടിരുന്നു. ഇതിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡോളർ ട്രാൻസാക്ഷൻ ആയിരുന്നു അവിടെ വേണ്ടി വരുന്നത്. ലോഗോ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്. സിമിലർ ലോഗോ ഉള്ള ഒരു കമ്പനിയും ഇപ്പോൾ ഇതേ രീതിയിൽ പരസ്യം കാണുന്നതിലൂടെ അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എമൗണ്ട് കൊടുക്കുന്ന കമ്പനികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന അത്തരം കമ്പനി വർഷങ്ങളായിട്ട് റൺ ആയിക്കൊണ്ടിരുന്ന ADC അല്ലെങ്കിൽ അപ്പെക്സ് ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഇന്നില്ല. കാരണം അവർ പറഞ്ഞത് ADC ന്യൂസ് ആപ്പ് ഹാക്ക്ഡ്, അവരുടെ ഒരു ആപ്ലിക്കേഷൻ മുഖേനയായിരുന്നു ഈ പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്കൊരു ടാസ്ക് കിട്ടും, ഇത്ര വീഡിയോ കാണണം, അതിനുശേഷം നമ്മുടെ ഒരു ഗ്രീൻ ബട്ടൺ വരും, അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് ഇത്ര എമൗണ്ട് വരും. അപ്പം നമ്മുടെ താഴെയുള്ളവർ, നമ്മൾ റെഫർ ചെയ്ത ആളുകൾ ഇതേ രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും വീഡിയോ കാണുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ വരുമാനം ലഭിക്കുന്നു എന്നാണ് അവര് ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് ഈ കമ്പനി ഇല്ല എന്നതാണ് സത്യം. ഈ ഒരു ലോഗോ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു കമ്പനി ഇപ്പൊ ഇല്ല. സിമിലർ ആയിട്ടുള്ള ഇതേ ലോഗോ ഉള്ള കമ്പനികളൊക്കെ മാർക്കറ്റിൽ ഉണ്ട് എന്നത് സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ അത് സക്സസ് ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരാള് 1200 രൂപ കൊടുത്ത് ഇത്തരം കമ്പനികളിൽ ചേരുമ്പോൾ 48 രൂപയാണ് ഡെയിലി ചെലവാകുന്നത്. അപ്പൊ 25 ദിവസം കൊടുക്കാനുള്ള വരുമാനം എമൗണ്ട് മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ. ബാക്കി വരുന്ന 95 ദിവസം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഈ 4560 രൂപയാണ് ആവശ്യം വരുന്നത്. ഒരു വ്യക്തി ചേരുമ്പോൾ അതിന്റെ മുകളിലോട്ട് ഈ 120 ദിവസം ഡിസ്ട്രിബ്യൂഷൻ നടത്തണമെങ്കിൽ. അപ്പം ഇത്രയും എമൗണ്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതിലൂടെ കമ്പനികൾ പരസ്യം കാണുക എന്നതിലൂടെ കിട്ടുമോ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ഇവിടെ ഈ കമ്പനിയും അതേ രീതിയിൽ ടാസ്ക്, ഞാനൊക്കെ രാവിലെ തൊണ്ടലിരുന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളായിരുന്നു. അപ്പം വളരെയധികം ആളുകൾ ഈ അപ്പെക്സ് അല്ലെങ്കിൽ ADC ന്യൂസിൽ കേരളത്തിലുള്ളവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരം കമ്പനികൾ എല്ലാവരും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന കോൺസെപ്റ്റ് അത് എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇവിടെ സോബാക്സിൽ ഇവിടെ ക്ലിയർ ആണ്, കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഇവിടെ വരുമാനം ലഭിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു പെർമനന്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നതാണ്. ഇവിടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം ക്രിയേഷൻ ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലൂടെ എവരി മന്ത് നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇവിടെ ഇല്ല. വീഡിയോ കാണുകയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ആണ്, റെഫർ ആൻഡ് ഏൺ. എത്രമാത്രം ആളുകളെ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടീം എത്രമാത്രം ഗ്രോ ആകുന്നുണ്ട്, അതിന്റെ ഡിപ്പെൻഡിലാണ് നിങ്ങൾക്ക് ഓരോ മാസവും വരുമാനം ലഭിക്കുന്നത്. അപ്പം വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സോബാക്സ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം വരുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇതേ രീതിയിലുള്ള
പല കമ്പനികളുടെ കോപ്പികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ആ സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സോബാക്സിന്റെ ലോഞ്ചിങ് അടുത്ത വീക്കിലായിരിക്കും ഉണ്ടാകുന്നത്. കാരണം നവംബർ ലാസ്റ്റിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുന്നത്, അത് ലോഞ്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ടീം ബിൽഡ് ചെയ്യുക, കൂടുതൽ ആളുകളെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു പെർമനന്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു സിസ്റ്റമാണ് സോബാക്സ് എന്നത്. സോബാക്സിന്റെ ഡിജിറ്റൽ ലൈബ്രറി അതിന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ് റെഫർ ആൻഡ് ടീം. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ടീം ഡെവലപ്പ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.